മനസ്സ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ ശാരീരിക രോഗങ്ങളെ പോലും മാനസിക രോഗങ്ങളെ പോലും സൈക്കോസൊമാറ്റിക് ഡിസോർഡർ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പെയുള്ള റിസർച്ചുകളിൽ നിരന്തരമായിട്ട് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് അങ്ങനെ തോന്നുക, എനിക്ക് വയ്യ, എനിക്കതാണ്, എനിക്കിതാണ്, എനിക്കതാവാനാണ് സാധ്യത, എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് എന്തായാലും അത് വരാതിരിക്കില്ല, അച്ഛനമ്മക്ക് ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ബാപ്പക്കുമ്മക്ക് ഉണ്ടായിരുന്നല്ലോ, ഓ നമ്മളുടെ ബാപ്പക്കുമ്മക്ക് ഉള്ളതല്ല അതുകൊണ്ട് ഞങ്ങൾക്കും വരും എന്നുള്ള ഒരു തോന്നൽ. ഈ ഒരു തോന്നലില് ഇത്തരത്തിലുള്ള സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു സൈക്കോസൊമാറ്റിക് രീതി ഉണ്ട് എന്ന് ശാസ്ത്രം നിരന്തരമായിട്ട് കണ്ടെത്തിയതാണ്. അപ്പൊ നമ്മളുടെ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ശരിക്കും ചിന്തിച്ചാൽ, ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ എനിക്ക് പ്രായമായില്ലേ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയുമോ? പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാലിനൊക്കെ വേദനയുള്ള സമയത്ത്, ചില സമയത്ത് ഉണ്ടാവും നമുക്ക്, ആ സമയത്ത് നമുക്ക് ഇനി വേദന മാറിയാൽ പോലും വേദന ഉള്ളതുപോലെ സൂക്ഷിച്ച് നടക്കാൻ ശ്രമിക്കുന്നു. ഇത് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ നമുക്ക് ഇനിയും ആ രോഗിയാണ് ഞാൻ എന്ന് തിരിച്ചു പോവാത്ത ഒരവസ്ഥ. അപ്പോൾ ഒറിജിനാലിറ്റിയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനലിൽ നിന്ന് രോഗത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പം ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് നമ്മുടെ ലൈഫിനെ തന്നെ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് മനസ്സിന്റെ മനസ്സിന് ശക്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിന് ശക്തി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോസൊമാറ്റിക് ആവും. ഇനി നമ്മൾ തിങ്ക് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ സൈക്കോസൊമാറ്റിക് ഇഷ്യൂ ഉണ്ടാവുക. നമ്മൾ എന്തിനൊക്കെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഏതെല്ലാം വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് കാര്യം, ഒരു കാശില്ലാത്ത ഒരാളെ അറിയിക്കണം, വലിയ വലിയ പൈസക്കാർക്കാണ് കാശ്, കാശുള്ളവർക്കാണ് കാശ്, നമുക്കൊന്നും കാശുണ്ടാവില്ല, നമ്മൾ കാലാകാലം ലോൺ വാങ്ങലും ലോൺ അടക്കലുമായിട്ട് ആളുകളോട് കടം വാങ്ങി ജീവിക്കണം. ഇത് ഒരു ദിവസവും 2 ദിവസവും 1 വർഷമോ 2 വർഷമോ 10 വർഷം 20 വർഷം നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് കൺവേർട്ടഡ് ആകപ്പെടുകയും ഇതുപോലും ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആയി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അയാളുടെ മൈൻഡ് അതിന് തിരിച്ചു കൊണ്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ വിശ്വസിപ്പിക്കണം, ഐ ക്യാൻ ആൾസോ മേക്ക് മണി, ഐ ക്യാൻ ആൾസോ ബിക്കം റിച്ച്, ഐ ക്യാൻ ആൾസോ ബിക്കം മോർ പവർഫുൾ എന്ന്. അപ്പോൾ വർഷങ്ങൾ കൊണ്ട് സൈക്കോസൊമാറ്റിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എനി ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ്, ക്യാൻ ബി ഫിസിക്കൽ, ക്യാൻ ബി മെന്റൽ, ക്യാൻ ബി ഫിനാൻഷ്യൽ, ക്യാൻ ബി സോഷ്യൽ, ക്യാൻ ബി ഫാമിലി, ഏത് ടൈപ്പ് ഓഫ് ഡിസോർഡർ ആയിരുന്നാലും അത് പിന്നീടും കുറച്ച് സമയം എടുത്തിട്ട് വേണം റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ. പക്ഷെ ഇത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അൻറ്റിൽ നല്ല ഇന്നലെ നമ്മൾ കിണറ്റിൽ നിന്ന് തവള കയറിയതുപോലെ ചെവി കേൾക്കാതെ ലൈഫ് എൻജോയ് ചെയ്യണം. ഐ ആം ഗോയിങ് ടു വിൻ, ഐ ആം വിക്ടോറിയസ്, ഐ ക്യാൻ വിൻ, ഐ ആം ആൾസോ സെയിം ആസ് എനി വൺ ഇൻ ദ വേൾഡ് എന്ന് തിങ്ക് ചെയ്യുന്നിടത്തു നിന്നാണ് സൈക്കോസൊമാറ്റിക്കിന്റെ പോസിറ്റീവ് ഏരിയയിലേക്ക് നമ്മൾ കിടക്കാം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു മോശപ്പെട്ട ആളാണെന്ന് അവനവനെ വിചാരിച്ചുകൊണ്ട് നടന്നാൽ അവിടെ കിടക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ മികച്ച വീട്ടമ്മയാണ്, മികച്ച കുടുംബിനിയാണ്, മികച്ച വീട്ടച്ഛനാണ്, അല്ലെങ്കിൽ മികച്ച അച്ഛനാണ്, അമ്മയാണ്, മികച്ച മകനാണ്, മകളാണ്, മികച്ച സ്റ്റുഡൻ്റ് ആണ്, മികച്ച ഫ്രണ്ടാണ്, അല്ലെങ്കിൽ മികച്ച ഒരു എംപ്ലോയി ആണ് എന്ന് ഏത് രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ രൂപത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ മാത്രമേ നമ്മളുടെ മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ആക്സെപ്റ്റഡ് ഇൻ എ മൊമെന്റ് ഓർ ഓവർ ഡേയ്സ് ഓർ ഓവർ നൈറ്റ്സ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ കുറച്ച് സമയം കൊണ്ടൊന്നും മനസ്സത് ആക്സെപ്റ്റ് ചെയ്യില്ല. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതൊരു സമയമെടുക്കും. നമ്മൾ നമ്പൂതിരിയുടെ ആടിനെ പട്ടിയാക്കുന്ന പോലെ കുറച്ച് ആളുകൾ തുടർച്ചയായിട്ട് പറയുമ്പോൾ അതങ്ങ് മാറിപ്പോകുന്നത് പോലെ നമ്മുടെ മനസ്സ് നിരന്തരമായി ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തൊരു സോപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയുടെ സീരിയലിൻ്റെ ഇടയ്ക്ക് വന്ന് കയറിയാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ സോപ്പ് വാങ്ങിയാൽ കൊള്ളാം എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് പോലെയുള്ള നമ്മുടെ സൊമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ചേഞ്ചസിന് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നിരന്തരമായി പോസിറ്റിവിറ്റിയിൽ
നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ നെഗറ്റീവ് വരും. എന്ന് നല്ല പോസിറ്റീവായ ഡിസിഷൻ എടുത്തു, അപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ആ തടസ്സങ്ങളെ നിങ്ങൾ കാണാതിരിക്കുന്നിടത്തോളം ഈ പോസിറ്റിവിറ്റിയിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പോസിറ്റിവിറ്റിയിലേക്ക് ദൂരം കൊടുക്കുകയും നെഗറ്റീവിൽ നിന്ന് വളരെ ബഹുദൂരം നടക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ അല്ല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ചേഞ്ച് സാധ്യമാവുന്നത്. അപ്പോൾ ചേഞ്ച് ഈസിലി പോസിബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ 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 ഡയലോഗുകൾ യൂട്യൂബിലും പല വീഡിയോസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ചേഞ്ച് ഈസിലി പോസിബിൾ ആണ്, ബട്ട് ഈ ഹാവ് ടു ബി സറണ്ടേർഡ്. നമ്മൾ സറണ്ടർ ആവണം പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്. അതിന് സറണ്ടർ ആവുകയും അതിന് ട്യൂൺ ചെയ്യാനും അതിന് ടൈം സ്പെൻഡ് ചെയ്യാനും ഇനി സ്പെൻഡ് ചെയ്യുന്ന ആളുകളെ മാറ്റുകയൊക്കെ ചെയ്യേണ്ടി വരും. പലപ്പോഴും പല ആളുകൾക്കും വിജയിച്ച പല ആളുകളും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒരിക്കൽ ഞാൻ വിളിച്ച സമയത്ത് പറയും, എന്നെ വിളിക്കരുത്, എന്നോട് സംസാരിക്കരുത്, ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത്, കാരണം ഞാനൊരു 2-3 വർഷത്തെ ട്രാൻസിഷൻ പീരീഡിലാണ്, ഞാൻ 3 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും, ആ സമയം കൊണ്ട് ഞാൻ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ വിളിക്കാനും പോയിട്ടില്ല, സംസാരിക്കാനും പോയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ പുള്ളി ആരുമായിട്ട് സംസാരിക്കുന്നില്ല. പുള്ളിയുടെ മൈൻഡിനെ കംപ്ലീറ്റ് സന്യാസം എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനെ. ഇത് ആൾ ജീവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. വളരെ കുറഞ്ഞ ആളുകളുമായി, ലിമിറ്റഡ് ആളുകളുമായിട്ടുള്ള കണക്ഷനും ലിമിറ്റഡ് ആളുകളുമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇൻട്രാക്ഷനും ലിമിറ്റഡ് ആയ ആളുകളുമായിട്ടുള്ള ഫൈൻ ട്യൂണിങ്ങിന് ആവശ്യമായ ഇതൊക്കെ നടക്കുമോ, നടക്കാൻ പാടുണ്ടോ, ഇങ്ങനെ പാടുമോ ഇല്ല എന്നുള്ളത് നല്ല ചോദ്യം. ഇങ്ങനെ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ട് വായ തുറക്കുക, ആവശ്യമില്ലാത്ത ആളുകളുടെ കൂട്ടുകെട്ടുക, അവരുടെ പഴയ ഭയങ്കര സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഭയങ്കര ഇമോഷൻസ്, ഭയങ്കര സെൻസിറ്റീവ്, നമ്മുടെ പഴയ കൂട്ടുകാരെ നമ്മളെങ്ങനെ ഒഴിവാക്കുക. 30-40 വർഷമായിട്ട് തുടർച്ചയായിട്ട് അവർ സംസാരിക്കുന്ന രീതിയും പാറ്റേണും നമ്മൾ സ്വീകരിക്കുകയും അവർ നെഗറ്റീവ് അല്ലാത്തൊരു കാര്യം സംസാരിക്കാതിരിക്കുകയും അവർക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സംസാര രീതിയിലേക്കും ചിന്താരീതിയിലേക്കും നമ്മളെ കൊണ്ടുപോയി നമ്മളുടെ മികച്ച പോസിറ്റീവ് ചിന്തകൾ ഇല്ലാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എവിടെ സംസാരം കുറക്കണം, എവിടെ സംസാരം വർദ്ധിപ്പിക്കണം, ആരുമായി സംസാരിക്കാവോ, ആരുമായി സംസാരിക്കാതിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം. ഇനി സംസാരിക്കാൻ സംസാരിച്ചേ പറ്റൂ എന്നുള്ള നിരന്തരമായിട്ടുള്ള ബന്ധമുള്ള ചില ആൾക്കാരുണ്ടാവും, ഭാര്യാഭർത്തൃ ബന്ധം പോലുള്ള ചില ബന്ധം, മാതാപിതാക്കൾ. അവിടെയൊക്കെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ആ ബന്ധത്തെ നല്ല രൂപത്തിൽ സംസാരിച്ച് നല്ല രൂപത്തിൽ കൊണ്ടുപോകുക എന്നതിലപ്പുറത്തേക്ക് അതൊന്നും കാര്യമായി സീരിയസ് ആയിട്ട് ഹർട്ട് ചെയ്യുന്ന രൂപത്തിൽ, മൈൻഡിനെ കൺവേർട്ട് ചെയ്യുന്ന രൂപത്തിൽ, മൈൻഡിനെ ട്യൂൺ ചെയ്യുന്ന രൂപത്തിൽ നെഗറ്റീവ് ആണെങ്കിൽ എടുക്കരുത്. പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അതിനൊക്കെടുത്ത് അവരുടെ നന്നായി സംസാരിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ മാനേജ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഉണ്ടാവുന്നത് എന്താ അറിയോ, നമ്മളുടെ ഈ ചേഞ്ചിനെ കുറിച്ച്, ഫോക്കസിനെ കുറിച്ച് നമ്മൾ ഇത്രയും സംസാരിച്ചിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഇരിക്കുന്നുണ്ടല്ലോ പല ആൾക്കാരും. ഇതിൻ്റെ ബേസിക് റീസണുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ റീസൺസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാതെ, നമ്മൾ ഇതിനകത്തൊരു തിരുത്തലിന് വേണ്ടി തയ്യാറാവാതെ, നമ്മൾ അഡമൻ്റ് ആയിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് മാറാൻ തയ്യാറാവാതെ, അതിനൊരു സമയമെടുത്ത സമയം കൊണ്ട് അതിലേക്ക് എത്തിക്കാൻ മാനസികമായി ഒരുക്കമാവാതെ, അതിലേക്ക് നമ്മൾ മാറാതെ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്ട് സൊല്യൂഷൻ, ഒരു ഡയലോഗല്ല, അതിൻ്റെ ഒരു തിയറി, അതിൻ്റെ ഒരു തീമും അതിൻ്റെ ഒരു മെൻറ്റാലിറ്റിയും ഒക്കെ അതാണ്. ഈ ഒരു പാത്ത് വേയിലാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. സോ കഴിയാത്ത സംഭവങ്ങളൊന്നുമില്ല, വളരെ കൂളാണ്. ബിക്കോസ് 6 കോടി ആളുകളെ തോൽപ്പിച്ചിട്ട് വിജയിച്ചിട്ട് ഭൂമിയിൽ ജനിച്ചു പോണ ഒരു ബീജമാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇത്രയും ആളുകളെ ജനിക്കുന്നതിന് മുമ്പ് തോൽപ്പിച്ച ഒരാൾക്ക് ജനിച്ചു വന്നിട്ട് ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരെ തോൽപ്പിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരൊറ്റ ബോധം ഉണ്ടെങ്കിൽ സ്പിരിറ്റ് ഓഫ് വിന്നിങ് അകത്തേക്ക് കയറും. അവിടെ മുതൽ പോസിറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. സോ ലെറ്റ് us ക്രിയേറ്റ് അവർ സെൽഫ്, ലെറ്റ് us ചേഞ്ച് അവർ സെൽഫ്, ലെറ്റ് us മൂവ് പവർഫുള്ളി ഇൻ ഓൾ ആസ്പെക്ട്സ്. ഇപ്പോൾ സൈക്കോസൊമാറ്റിക്കലി പോസിറ്റീവ് ആവാൻ വേണ്ടി, സൈക്കോ ആണെങ്കിൽ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless and thank you so much. Love you all.